ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ നമ്മൾ കാശ്മീരി ബോൾ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നെക്ക് വരുന്നത്. അതിൻ്റെ താഴെ നമ്മൾ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സർക്കിൾസ്, ഏതെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും സർക്കിൾ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു ഈക്വൽ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ബോർഡറാണ് വരച്ചത്, അതിന് ശേഷമാണ് നമ്മളിത് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി കാശ്മീർ ബോൾ സ്റ്റിച്ച് വെച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മളൊരു സ്ക്വയർ ഷേപ്പായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു സർക്കിൾ ഷേപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആങ്കർ ത്രെഡ് യൂസ് ചെയ്യാം. നമ്മളിതുപോലെ ഓരോ സർക്കിളിലും ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം സെൻറ്ററിൽ 2 ലൈന്, പിന്നെ ക്രോസ് ആയിട്ട് 2 ലൈന്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് ഫ്രെയിമായിട്ട് അറ്റാച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഒറ്റ ലെയറായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതുപോലെ ആദ്യം കുത്തിയെടുക്കുകയാണ്. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൈഡർ വെബ് സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന പോലെ ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ ലൈൻ നമ്മൾ വിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ എടുത്തിട്ട് രണ്ടാമത്തെ ലൈനിൻ്റെ താഴെ കൂടെ എടുക്കുക. പിന്നീട് അടുത്ത ലൈനിൻ്റെ മുകളിലൂടെ, പിന്നത്തെ ലൈനിൻ്റെ താഴത്തു കൂടെ. അപ്പോൾ ഈ ഒരു സൈസ് ആയി കഴിഞ്ഞാൽ നമുക്കിതിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ താഴോട്ട് കുത്തി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അറ്റത്ത് ഇതുപോലെ നമുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ആദ്യം തന്നെ നമ്മളൊരു ലോക്ക് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഈ ഒരു അറ്റം ഉണ്ടല്ലോ, ഈ ഒരു അറ്റത്തിന് കുറച്ചൊന്ന് നീങ്ങിയിട്ട് നമ്മൾ താഴെ കൂടെ നൂലെടുക്കുക. അതിനുശേഷം നമ്മൾ അവിടെ തന്നെ നമ്മുടെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ അപ്പുറത്ത് കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ ലോക്കായി കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത്, തൊട്ടടുത്തൊരു പോയിന്റിലൂടെ നമ്മളിങ്ങനെ സൂചി എടുക്കുക, താഴെ കൂടെ എടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ഇനിയൊന്നുമില്ല, ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ ചുറ്റി എടുക്കുക, ഇതിൻ്റെ താഴെ കൂടെ എടുക്കുക. അതിനുശേഷം ഇപ്പുറത്ത് ഇതിൻ്റെ കൂടെ താഴെ കൂടി എടുക്കുക. അങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്ത് വരിക. പിന്നെ താഴെ കൂടി എടുക്കുക, ഇതിൻ്റെ താഴെ കൂടി എടുക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സൈസ് ആകുമ്പോൾ നമുക്ക് നിർത്തി കൊടുക്കാം.
ഒരു സൈസ് നമുക്ക് മതി. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ താഴോട്ട് കുത്തി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ചും കൂടി സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു വശം ഇവിടെ കെട്ട് പോലെ കൊടുക്കുന്നുണ്ട്, ഒരു ലോക്ക് പോലെ. അത് കുറച്ച് ഇപ്പുറത്തേക്ക് താഴോട്ട് ഇറക്കി കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയ വട്ടം ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മളെല്ലായിടത്തും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ നമ്മളെല്ലായിടത്തും ഇതുപോലെ അറ്റത്തെ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് സെൻറ്ററിലായിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് കുറച്ചും കൂടി വീതി കുറഞ്ഞിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒരു ലോക്ക് പോലെ ഇട്ട് കൊടുക്കുക, സെൻറ്ററിൽ മാത്രം കേട്ടോ. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞ് റൗണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 2 പ്രാവശ്യം ചുറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഇങ്ങനെ സീക്വൻസൊക്കെ അവിടെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ കളറിലുള്ള ഒരു സീക്വൻസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ ബോർഡറായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് റണ്ണിങ് സ്റ്റിച്ചും അതുപോലെ തന്നെ സീക്വൻസും കൂടി ഇങ്ങനെ ഇട കലർത്തിയിട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഷാൾ വന്നിട്ട് ഒരു എന്താ പറയുക, ജൂട്ടിൻ്റെ ഒരു ബോർഡറായിട്ടുള്ള ഒരു ഷാളാണ്. പിന്നെ കുറച്ച് ഇവിടെയും കുറച്ച് സീക്വൻസ് വർക്കുണ്ട്. അപ്പോൾ രണ്ടും നല്ലതിൽ മാച്ചായിട്ട് പോകും. അപ്പോൾ നമുക്കിത് ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഔട്ട്ഫിറ്റാണ്. പിന്നെ നമുക്ക് ബോട്ടായിട്ട് നമുക്ക് പലാസോ അല്ലെങ്കിൽ ചൂടി ബോട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.